പാകിസ്ഥാനും ചൈനയും തമ്മിൽ അതിർത്തിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ അപ്രതീക്ഷിതവും കേട്ടുകേൾവിയില്ലാത്തതും പ്രതീക്ഷിക്കാത്തതുമായ ഒരു ചോദ്യമാണ് പ്രിയൻ ചോദിച്ചത്. അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ട്. ചൈനയും പാകിസ്ഥാനും തമ്മിൽ എന്തെങ്കിലും അതിർത്തി പ്രശ്നമുണ്ടോ എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ്. എന്നാൽ ഇപ്പോൾ ഒരു വീഡിയോ അല്ല, ചില വീഡിയോകൾ ചൈനീസ് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പാകിസ്ഥാൻ പട്ടാളക്കാരും ചൈനീസ് പട്ടാളക്കാരും തമ്മിൽ കയ്യാങ്കളി. ചൈനയുടെ പതാക ചൈനീസ് അതിർത്തിയിൽ നിൽക്കുന്ന ആളുകളുടെ പക്കൽ നിന്ന് പാകിസ്ഥാൻ പട്ടാളക്കാരും ബലമായി പിടിച്ചു വാങ്ങി നിലത്ത് കളയുന്നു. അതേ തുടർന്ന് സംഘർഷമുണ്ടാകുന്നു. നമ്മൾ ചിന്തിക്കാത്ത കാര്യമാണ്. കാരണം നമുക്കറിയാം 2020 ജൂലൈ 15 ഗാൽവനിൽ ഇന്ത്യൻ പട്ടാളക്കാരും ചൈനീസ് പട്ടാളക്കാരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി. അതിർത്തിയിലെ ചില പോസ്റ്റുകൾ സംബന്ധിച്ചുള്ള തർക്കം. അതിനിടയ്ക്ക് നമ്മുടെ ഒരു പട്ടാളത്തിൻ്റെ കമാൻഡർക്ക് നേരെ ചൈനീസ് പട്ടാളക്കാരുടെ ആക്രമണം ഉണ്ടായി. അപ്പോൾ പട്ടാളക്കാരെ സംബന്ധിച്ച് അവരുടെ കമാൻഡർ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും ഇതുപോലെ മഞ്ഞുമൂടിയ വിദൂരമായ സ്ഥലങ്ങളിലൊക്കെ കഴിയുന്ന പട്ടാളക്കാർക്ക് അവരുടെ കമാൻഡർ എന്ന് പറഞ്ഞാൽ പിതൃതുല്യനാണ്. അങ്ങനെ കമാൻഡറെ ആക്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യൻ പട്ടാളം അങ്ങോട്ട് ആഞ്ഞടിച്ചു. വലിയ സംഘർഷം ഉണ്ടായി. കുറേ പേരൊക്കെ ഈ സംഘർഷം ഉണ്ടായപ്പോൾ മഞ്ഞുമലയിൽ കൊക്കകളിലേക്കൊക്കെ വീണ് മരിച്ചു. നമ്മുടെ 20 ഭടന്മാർ മരിച്ചു. CIA ഒക്കെ പറഞ്ഞത് ചൈനയുടെ 100-ലേറെ ഭടന്മാർ മരിച്ചു. കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് എന്തായാലും ചൈനക്കാർക്കാണ്. അങ്ങനെ സംഘർഷം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും തവാങ്ങിൽ ഒരു കയ്യാങ്കളി ഉണ്ടായി. അങ്ങനെ ഇന്ത്യയും ചൈനയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് അതിർത്തിയിൽ പട്രോളിങ്ങുമായി ബന്ധപ്പെട്ട് സംഘർഷം ഉണ്ടാവാറുണ്ട്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഏതാണ്ട് അതിന് സമാനമായ ഒരു കാര്യമാണ്. അപ്പോൾ ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഏതാണ്ട് 596 കിലോമീറ്റർ അതിർത്തിയിൽ ഈ രണ്ട് സേനകൾ നിൽപ്പുണ്ട്. ചൈനീസ് പട്ടാളം അപ്പുറത്തേക്കും പാകിസ്ഥാൻ പട്ടാളക്കാരും ഈ ഇങ്ങനെ നിൽക്കും. അതിനിടയ്ക്ക് അതിർത്തിയിലെത്തും. ഇവർ തമ്മിൽ വലിയ നേരിട്ടുള്ള സംഘർഷമൊന്നുമില്ലാത്ത രാജ്യമായതുകൊണ്ട് അതിർത്തിയിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ആളുകൾ ഇടപെടുന്നത്. അതിർത്തി കാണാൻ വേണ്ടി നമ്മളും പോകാറുണ്ട്. പാകിസ്ഥാൻ്റെ അതിർത്തി കാണാൻ പോകണം എന്ന് ഇന്ത്യക്കാർക്ക് ഒരു ആഗ്രഹമുണ്ട്. അവിടെ പോയി നമ്മൾ കാണും. എന്നിട്ട് നമ്മൾ പോയിട്ട് വന്ദേമാതരം വിളിക്കും, ഭാരത് മാതാ കി ജയ് വിളിക്കും, നമ്മുടെ കൊടിയെടുത്ത് വീശും. ഇതൊക്കെ സ്വാഭാവികമായും എല്ലാ രാജ്യത്തിൻ്റെയും അതിർത്തിയിലെത്തുമ്പോൾ ആ രാജ്യത്തെ ആളുകൾക്ക് ഒരു ദേശാഭിമാന ബോധമുണ്ടാകും. ഇപ്പോൾ നമ്മൾ ഈ ഭാരതം എന്ന് പറയുന്നത് ഒരു വികാരമായി നമുക്ക് മാറുന്നത് അതിർത്തിയിലെത്തുമ്പോഴാണ്. അവിടെ കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ, അവിടുത്തെ ദുർഘടമായ ടെറൈനിൽ വർക്ക് ചെയ്യുന്ന പട്ടാളക്കാരെയൊക്കെ കാണുമ്പോൾ ഒരു ട്രൂ ഇന്ത്യൻ ആണെങ്കിൽ നമ്മുടെ സിരകളിൽ രക്തം അങ്ങനെ തിളയ്ക്കും. നമ്മൾ വാഗാ പോസ്റ്റിൽ 2 സൈന്യങ്ങളും ഗേറ്റ് അടയ്ക്കുമ്പോഴുള്ള ഈ സെറിമോണിയൽ റിട്രീറ്റ് ഉണ്ടല്ലോ, ആചാരപരമായി കൊടി താഴ്ത്തുന്ന ആ ചടങ്ങ്, അത് ശരിക്കും ഒരു യുദ്ധസമാനമായ പരേഡ് അവിടെ നടക്കുന്നത്. അത് കാണുമ്പോൾ ജനം അങ്ങനെ ആർത്ത് വിളിക്കും. കൈകളിൽ ഇങ്ങനെ കൊടിയൊക്കെ പിടിച്ചിട്ട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമ്പോൾ ഓരോ മനുഷ്യനല്ല അവിടെ ഉള്ളത്, ഒരൊറ്റ മനുഷ്യനെ പോലെ ഒരു ജനക്കൂട്ടം മാറുന്ന കാഴ്ചയാണ് വാഗാ പോസ്റ്റിലൊക്കെ പോയി ഈ പരേഡ് കാണുമ്പോൾ നമുക്കുണ്ടാകും. നമ്മൾ അവിടെ ഒരു വ്യക്തിയില്ല, എല്ലാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമായി മാറുന്ന ഒരു അസുലഭമായ മുഹൂർത്തമാണ് വാഗാ പോസ്റ്റിൽ കാണുന്നത്. അതുപോലെ ഈ അതിർത്തിയിലേക്ക് ചൈനീസ് അതിർത്തിയിൽ ചൈനക്കാർ വന്നു. ചൈനക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട സ്ഥലമുണ്ട്. ഗുഞ്ചറ പാസ് എന്ന് പറയുന്ന ഒരു പാസ്സുണ്ട്. ഈ കരക്കോറം പർവ്വത നിരകളിലൂടെയാണ് ഈ നോർത്ത് ഏരിയ, ഗിൽജിത് ബാൾട്ടിസ്ഥാൻ നമ്മുടെയാണ്, പിയോക്കയിലുള്ള നമ്മൾ അവകാശപ്പെടുന്ന സ്ഥലം. അതിലൂടെയാണ് ഈ ചൈന അതിർത്തി, പാകിസ്ഥാൻ ചൈന അതിർത്തി കടന്നു പോകുന്നത്. ഈ അതിർത്തിയിൽ ഉള്ള ഈ ഗുജറ പാസിനോട് ചേർന്നുള്ള ഒരു പട്ടണമാണ്, ചൈനീസ് പട്ടണമാണ് കഷഗർ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് വന്ന കുറേ ആളുകളാണത്രേ, ചൈനക്കാരാണത്രേ അതിർത്തിയിലെത്തിയത്. പാകിസ്ഥാൻ അതിർത്തിയിൽ വന്നിട്ട് അവർ ചൈനയുടെ കൊടി വീശി. ഒരു പ്രകോപനവും ഇല്ലാതെ പാകിസ്ഥാൻ പട്ടാളക്കാർ അതിർത്തിയിൽ നിന്ന് ഇപ്പുറത്തേക്ക് കടന്നു വന്ന് ചൈനക്കാരുടെ കയ്യിൽ നിന്ന് ഈ കൊടി പിടിച്ചു വാങ്ങി ഒടിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. അതേ തുടർന്ന് അവിടെ സംഘർഷമുണ്ടായി എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതിൻ്റെ വിശദാംശങ്ങളൊന്നും വന്നിട്ടില്ല. ചൈനയുടെ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന വിഷ്വൽസ് നമുക്കത് പ്രേക്ഷകർ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ചൈനയും പാകിസ്ഥാനും തമ്മിൽ നേരത്തെ ഉള്ളത്ര സൗഹാർദ്ദപരമായ ബന്ധമല്ല ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ ഓർക്കണം, ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ ചൈനയും തുർക്കിയും പാകിസ്ഥാനെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതേക്കുറിച്ച് പുതിയ വാർത്തകൾ വരുന്നത്, അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വന്നിരിക്കുന്ന വാർത്ത, ചൈന നിർമ്മിച്ച ആയുധങ്ങൾ, അത് HQ-9 എന്ന് പറയുന്ന അവരുടെ വ്യോമ പ്രതിരോധ സന്നാഹം, പിന്നെ അവരുടെ ഡ്രോണുകൾ, വിങ്ലൂങ് 2 എന്ന് പറയുന്ന ഡ്രോണുകളുണ്ട്, ചൈനീസ് ഡ്രോണുകൾ, അത് പാകിസ്ഥാന് കൊടുത്തിരുന്നു. പിന്നെയുള്ളത് JF-17 തണ്ടർ, ചൈനയും പാകിസ്ഥാനും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത വിമാനമാണ്. JF-17 നമ്മൾ വെടിവെച്ചിട്ടു. പിന്നെ PL-15E മിസൈൽ,
ആ മിസൈൽ പൊട്ടാതെ നമുക്ക് കിട്ടി ഇപ്പുറത്ത്. അതെ. പിന്നെ അതുള്ള JF-10C എന്ന് പറയുന്ന അവരുടെ 4th ജനറേഷൻ 4.5 നമ്മുടെ റഫേലിന് കടപിടിക്കുന്ന യുദ്ധവിമാനം. ഇത്തരം വിമാനങ്ങളൊക്കെ പാകിസ്ഥാന് കൊടുത്തിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് അവർ നമ്മളോട് ഒരു പരിമിത യുദ്ധം ചെയ്തത്. ആ യുദ്ധത്തിൽ ചൈനയുടെ ആയുധങ്ങളെല്ലാം തകർന്നുപോയി. HQ-9 മറികടന്നുകൊണ്ട് നമ്മുടെ ബ്രഹ്മോസൊക്കെ പാകിസ്ഥാനിൽ നൂർഖാൻ ബേസിലും കിറാന ഹിൽസിലും ഒക്കെ ചെന്ന് വീണു. വലിയ പരാജയം പാകിസ്ഥാനുണ്ടായി. ചൈന കൊടുത്ത ആയുധങ്ങളൊന്നും അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സന്നാഹമെല്ലാം അമ്പയെ പാളിപ്പോകുന്ന ഒരു കാഴ്ചയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടത്. അപ്പോൾ ആയുധ വ്യാപാര രംഗത്ത് ഒരു ചുവടുറപ്പിക്കാൻ ശ്രമിച്ച ചൈനയ്ക്ക് അവരുടെ ആയുധങ്ങൾ പരീക്ഷിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ ഉപയോഗിച്ചത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നുണ്ട്, ഡിഫൻസ് സൈറ്റുകൾ പറയുന്നുണ്ട്. പക്ഷേ അവിടെ വല്ലാതെ ചൈന പരാജയപ്പെട്ടു. ചൈനയുടെ ആയുധങ്ങൾ, വിമാനങ്ങൾ HQ-9 പോലെയുള്ള S-400 ബദലെന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയ സാധനമാണ്. അതിനൊക്കെ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ അമ്പെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ചൈനയ്ക്ക് വലിയ തിരിച്ചടിയായി. അതിനുശേഷം പിന്നീടുണ്ടായ ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്സിലുണ്ടായ മാറ്റം അമേരിക്കയുടെ നിലപാട് മാറ്റമാണ്. അമേരിക്ക ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയ്ക്ക് പുറമെ ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ വലിയ തോതിൽ ഉപരോധം ഏർപ്പെടുത്താൻ പോകുന്നു. താരിഫ് വാർ പ്രഖ്യാപിച്ചു. ബ്രിക്സ് രാജ്യങ്ങളോട് വലിയ ദേഷ്യം. അങ്ങനെ ബ്രിക്സിൽ ഇന്ത്യയും റഷ്യയും ചൈനയും ആണല്ലോ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യക്കും ചൈനയ്ക്കും ഇന്ത്യയും ചൈനയും റഷ്യയും ഒന്നിക്കുന്നു ബ്രിക്സിലൂടെ എന്നതാണ് ട്രംപിൻ്റെ ഒരു ആശങ്ക. അങ്ങനെ വന്നപ്പോൾ ഇന്ത്യയും ചൈനയും റഷ്യയും കൂടെ ഒന്നിച്ച് നിൽക്കേണ്ടത് ആവശ്യമാണെന്ന് ചൈന മനസ്സിലാക്കുന്നുണ്ട്. ചൈന മനസ്സിലാക്കിയതാണ് നമ്മൾ ഷാങ്ഹായ് ഉച്ചകോടി കണ്ടത്. നമ്മൾ 3 ലോക നേതാക്കന്മാർ ഒരുമിച്ച് നിൽക്കുന്നു. ട്രംപ് മാത്രമില്ല. ട്രംപ് ഒഴികെയുള്ള 3 ലോക നേതാക്കന്മാർ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ ലോകത്ത് വലിയ വൈറലായിരുന്നു. വലിയ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന ചിത്രമായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ ചൈന എടുത്ത ചില നിലപാടുകളുണ്ട്. ചൈന വലിയൊരു പദ്ധതി, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ഉടനെ അസിം മുനീർ നേരെ പാകിസ്ഥാനിലേക്ക് പോകുന്നു. ട്രംപ് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. ട്രംപിന് വേണ്ടിയിട്ട് ട്രംപിൻ്റെ മുന്നിലേക്ക് അസിം മുനീറും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഒരു പെട്ടിയുമായിട്ടാണ്, ഒരു വെൽവെറ്റ് കൊണ്ട് പൊതിഞ്ഞ ഒരു പെട്ടിയുമായി പോകുന്നത്. ആ പെട്ടി തുറന്ന് കാണിക്കുന്നത് പാകിസ്ഥാനിലെ അമൂല്യമായ മിനറൽസ് ആയിരുന്നു. അതായത് പാകിസ്ഥാനിലെ പ്രകൃതി വിഭവങ്ങളാകെ അമേരിക്കയ്ക്ക് നൽകാമെന്നുള്ള വാഗ്ദാനവുമായിട്ട് ചൈനയിലെ പട്ടാള മേധാവിയും പ്രധാനമന്ത്രിയും ചെല്ലുന്നു. ഇങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ തങ്ങളുടെ സുരക്ഷിത താവളമായി മാറ്റാൻ പാകിസ്ഥാനെ അമേരിക്ക വിനിയോഗിക്കുന്നു. തങ്ങൾ അവിടെ ഒരുപാട് പണം മുടക്കി പദ്ധതികളുമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. പാകിസ്ഥാനെ 100% നാറ്റോയ്ക്ക് പുറത്തുള്ള അമേരിക്കയുടെ എക്കാലത്തെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായിരുന്നു പാകിസ്ഥാൻ. ഇടയ്ക്ക് ചൈനയുമായിട്ട് ബന്ധം വന്നപ്പോൾ ചൈന കരുതി ഇനിയിപ്പോൾ ഞങ്ങളുടെ താല്പര്യങ്ങളൊക്കെ പാകിസ്ഥാൻ സംരക്ഷിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ വളരെ പെട്ടെന്ന് അമേരിക്കൻ പക്ഷത്തേക്ക് വീഴുകയും അമേരിക്കയുടെ വിനീത ദാസനായി പാകിസ്ഥാൻ മാറുകയും ചെയ്തതുകൂടി ചൈന വലിയ നാടകീയമായ ഒരു പ്രഖ്യാപനം നടത്തി. ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിൻ്റെ ഭാഗമായിട്ടുള്ള ML1, അതായത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട റെയിൽ പദ്ധതിയാണ്, അതിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു. $200 കോടി പദ്ധതിയായിരുന്നു. അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുക മാത്രമല്ല, പിന്മാറാനുള്ള കാരണങ്ങൾ ചൈന അക്കമിട്ട് പറഞ്ഞതെന്നറിയോ? 3 കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ജിയോ പൊളിറ്റിക്സിൽ വരുന്ന മാറ്റം. അമേരിക്കയുടെ പക്ഷത്തേക്ക് പാകിസ്ഥാൻ വല്ലാതെ മാറുന്നു. അതോടുകൂടി ചൈനയ്ക്ക് ഇനി അവിടെ താല്പര്യമില്ല. രണ്ടാമത്തത്, പാകിസ്ഥാൻ ഈ കാശൊക്കെ ഞങ്ങൾ തന്നാൽ തിരിച്ചടയ്ക്കാനുള്ള ശേഷി പാകിസ്ഥാനുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമാണ്. അതൊരു രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഞങ്ങൾ പൈസ മുടക്കിയാൽ ഇത് നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്താ ഉറപ്പ് എന്ന് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ എന്നോടിപ്പം പ്രിയം വന്ന് ചോദിക്കുക, നിങ്ങൾ എന്നോട് കാശ് ചോദിച്ചു, ഞാൻ കാശ് തന്നെ എങ്ങനെ തിരിച്ചു തരൂടേ എന്ന് പ്രിയൻ എന്നോട് ചോദിച്ചാൽ അതിൽ പറ്റും ഒരു അപമാനം വേറെയില്ല. അങ്ങനെ അപമാനിക്കുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് എടുത്തി. മൂന്നാമത് പറഞ്ഞു, ഞങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി ഞങ്ങളുടെ എഞ്ചിനീയർമാരും ഒക്കെ ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ്റെ പല ഭാഗത്തും, പ്രത്യേകിച്ച് ബലൂജ് മേഖലയിൽ വരുന്നുണ്ട്. അവിടെയൊക്കെ ബലൂജിലേക്ക് പോയാൽ പിന്നെ തിരിച്ച് പെട്ടിക്കകത്ത് വരുന്നുള്ളൂ. BLAക്കാർ കൊന്നുകളയും. പാകിസ്ഥാൻ പട്ടാളത്തിന് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. പാകിസ്ഥാൻ പട്ടാളത്തിനെ കണ്ട അവന്മാർ പൊരിച്ച് റോസ്റ്റാക്കും. അതാണ് അവസ്ഥ. ഗ്രില്ല് ചെയ്ത് കളയും. കാരണം ജാഫർ എക്സ്പ്രസ്സൊക്കെ പിടിച്ചിട്ട് തീയിട്ട് കത്തിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സുരക്ഷാ പ്രശ്നങ്ങളുമുണ്ട്. 3 കാരണങ്ങൾ. 1, ജിയോ പൊളിറ്റിക്സിലെ മാറ്റം. 2, പാകിസ്ഥാന് പണം തിരിച്ചടയ്ക്കാനുള്ള ശേഷിയില്ലായ്ക. 3, സെക്യൂരിറ്റി റീസൺ. അതുകൊണ്ട് ഞങ്ങൾ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞത് പാകിസ്ഥാന് വല്ലാത്ത ക്ഷീണമായി എന്ന് മാത്രമല്ല, ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഷാങ്ഹായ് ഉച്ചകോടിക്ക് ശേഷം വഷളായിരിക്കുന്നു.
മാത്രമല്ല നോക്കൂ, നമ്മുടെ നാട്ടിൽ നിന്നുള്ള മരുന്നുകൾക്ക്, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഒറ്റയടിക്ക് 100% താരിഫ് ചുമത്തി. ചൈനയ്ക്ക് പോകുമ്പോൾ, ചൈനയിലേക്ക് നമ്മൾ അയക്കുമ്പോൾ ചൈനയിലേക്ക് 30% താരിഫ്. ചൈന എന്ത് ചെയ്യുന്നറിയോ? അമേരിക്ക 100% താരിഫ് ചുമത്തിയപ്പോൾ ചൈന ഈ 30% അങ്ങ് നീക്കി. അപ്പോൾ ഇന്ത്യൻ മരുന്നുകൾക്ക് നികുതിയില്ലാതെ പാകിസ്ഥാനിലേക്ക് പോകാം. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷമായി മുടങ്ങിക്കിടന്ന ഇന്ത്യ ചൈന ഡയറക്റ്റ് എയർലൈൻ സർവീസ് ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വല്ലാതെ ഊഷ്മളമാവുന്ന ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന് വല്ലാത്ത അസ്വസ്ഥതയുണ്ട്, പാകിസ്ഥാൻ പട്ടാളത്തിനുണ്ട്. അതുകൊണ്ടാണ് അതിർത്തിയിൽ ചൈനയുടെ ആളുകൾ, ചൈനീസ് ജനങ്ങൾ അതിർത്തിയിൽ വന്ന് പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് നേരെ ചൈനയുടെ ചുവന്ന കൊടി, നക്ഷത്രങ്ങളുള്ള ചുവന്ന കൊടി വീശുമ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിന് അസ്വസ്ഥതയുണ്ടാവുകയും അത് ചൈനക്കാരുടെ നിന്ന് പിടിച്ചു വാങ്ങി നിലത്ത് വലിച്ചെറിഞ്ഞ് ചവിട്ടാൻ തോന്നുകയും ചെയ്യുന്നത് പാകിസ്ഥാനിൽ മൊത്തത്തിൽ ഉണ്ടായി വരുന്ന ഒരു ചൈന വിരോധത്തിൻ്റെ ഭാഗമാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ചൈനയ്ക്കറിയാം. അതുകൊണ്ടാണ് പാകിസ്ഥാൻ പട്ടാളക്കാരും ചൈനക്കാരും തമ്മിൽ, ചൈനീസ് ഭടന്മാരും തമ്മിൽ, ചൈനീസ് പൗരന്മാരുടെ കയ്യിൽ നിന്നാണെങ്കിലും പട്ടാളത്തിൻ്റെ മുന്നിൽ വെച്ച് അവരുടെ രാജ്യത്തിൻ്റെ കൊടി നിലത്തിട്ടാൽ, വലിച്ചെറിഞ്ഞ് നിലത്തിട്ട് ചവിട്ടിയാൽ ചൈനീസ് പട്ടാളം ഇടപെടും. ഒരു ക്ലാഷ് ഉണ്ടായതായിട്ട് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഇതിൻ്റെ കൺഫർമേഷനും മാത്രമല്ല, കൺഫർമേഷൻ വീഡിയോ ഉണ്ട്. മാത്രമല്ല, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഈ രണ്ട് രാജ്യങ്ങളും ഇത് ഒരുപക്ഷെ പുറത്ത് പറയാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അതിൻ്റെ വീഡിയോ ഇപ്പോൾ ചൈനീസ് മാധ്യമങ്ങളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട്. ചൈന വേണ്ടി വന്നാൽ പാകിസ്ഥാനെ അടിക്കും.